ഇനി ഞാൻ വായിച്ചർത്ഥം വെക്കാം. വിശുദ്ധ ഖുർആനാണ് പഠിപ്പിച്ചത്, മുത്തുനബി സാക്ഷിയാണ്. മുസ്ലിയാക്കന്മാരെ ഉസ്താദുമാരെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അള്ളാഹിന്റെ ഖുർആൻ തൊട്ട് കളിക്കരുത്. ഖുർആൻ ആയത്തോതിയിട്ട് എന്തെങ്കിലും തോന്നിയാസം പറയാറുന്ന് ഉസ്താദുമാരെ നിങ്ങളോട് ഞാൻ വിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് പറ, ഇങ്ങനത്തെ ഒന്നും വർത്താനം പറയല്ല. പറ വലിയവർ പറയുന്ന ഈ ഉസ്താദ് പറയുന്ന ഏറ്റവും വലിയ ഉസ്താദാണ് ഈ ഗ്രൂപ്പിലെ, നമ്മുടെ ഗ്രൂപ്പിലെ ഏറ്റവും വലിയ ഉസ്താദ്. അവരോട് ഉസ്താദുമാരോട് ഞാൻ പറയൽ, നിങ്ങൾ ഖുർആൻ തൊട്ട് കളിക്കരുത്. ഖുർആൻ ഒന്ന് കേട്ടോളെ. അള്ളാഹിന്റെ റസൂൽ ഉമ്മത്തിന് മേൽ സാക്ഷിയാണ് എന്ന്. എങ്ങനെയുള്ള സാക്ഷിയാണ്? എങ്ങനെയുള്ള സാക്ഷിയാണ്? പഠിച്ചോളി. ഇന്ന അർസൽനാക ഷാഹിദൻ, നബിയെ നാം അങ്ങയെ നിയോഗിച്ചിട്ടുള്ളത്, നബിയെ നാം അങ്ങയെ അയച്ചിട്ടുള്ളത് ഷാഹിദൻ സാക്ഷിയായിട്ടാണ്. അസാനി രണ്ടാമത്തെ അഭിപ്രായം, ഷാഹിദൻ സാക്ഷിയാണ് മുത്തുനബി അല ഉമ്മത്തിക, തങ്ങളുടെ ഉമ്മത്തിന്റെ മേലാണ് നബിയെ തങ്ങൾ സാക്ഷി. എങ്ങനെ ശരിക്കും ശ്രദ്ധിച്ച, ഉമ്മത്തിന്റെ പേരിൽ റസൂല് സാക്ഷിയാണ്. ഖുർആൻ പറഞ്ഞത്രേ, റസൂലിന്റെ ഉമ്മത്തിന്റെ പേരിൽ എന്ത് സാക്ഷി? മൊയ്ലാർ ഉസ്താദ് വിശദീകരിക്കുന്നത് ശരിക്കും ശ്രദ്ധിച്ചോ. ഈ ഉസ്താദ് എങ്ങനെയാണ് മുശിരിക്കായി പോകുന്നത് എന്ന് ഈ ഒരൊറ്റ ഞാൻ ഉസ്താദ്മാരോട് പറയാൻ, നിങ്ങൾ ഖുർആൻ തൊട്ട് കളിക്കറേ, വെറുതെ മുർത്തതായി പോകുന്ന പണിയെടുക്കണ്ട എന്ന് ഉസ്താദ്മാരോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇതാ കേട്ടോ, ഉമ്മത്തിന്റെ മേൽ മുത്തുനബി സാക്ഷിയാണ്. അതാണ് നബി തങ്ങളുടെ ഉമ്മത്ത്. എന്തിന് സാക്ഷി? കേട്ടോ, എന്തിന് സാക്ഷിയാണ് റസൂല്? അതാ കേക്കണ്ടേ. ഖുർആൻ പറഞ്ഞു എന്തിന് സാക്ഷി. ഉസ്താദ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല അള്ളാന്റെ ഖുർആൻ തൊട്ട് കളിക്കറെന്ന്. എന്തിനാ മുർത്തതാവാൻ നിൽക്കുന്ന ഉസ്താദേ? എന്തിന്റെ മേലാണ്? അവരുടെ അമലുകളെ കൊണ്ട്. മുത്തുനബി ഉമ്മത്തിന്റെ അമലുകളുടെ മേലിൽ മുത്തുനബി സാക്ഷിയാണ്. പറഞ്ഞു തിരിഞ്ഞിക്കോ. ഉമ്മത്ത് ലോകത്തുള്ള മുസ്ലിങ്ങൾ ചെയ്യുന്ന നന്മയും തിന്മയും റസൂൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൊടിയ മുശ്രിക്കായി. ആ വിശ്വാസം വന്നതോടുകൂടി ഈ ഉസ്താദ് കൊടിയ മുശ്രിക്കായി. പിന്നെ അത് വഴിപ്പെടലാലും തെറ്റുകുറ്റല്ലാലും അള്ളാഹുന്റെ ഹബീബിന്റെ ഉമ്മത്ത് ഓരോ തെറ്റുകുറ്റങ്ങൾ കണ്ടാലും ഓരോ പ്രവർത്തനങ്ങൾ കണ്ടാലും അതിന്റെ മേലേക്ക് മുത്തുനബി സാക്ഷിയാണ്. എപ്പോ സാക്ഷിയെന്നോ? കവർന്ന് നമ്മളൊക്കെ ചെയ്യുന്നതൊക്കെ, നമ്മൾ തെറ്റ് ചെയ്യുന്നതും റസൂല് കാണുന്നുണ്ട്, നന്മ ചെയ്യുന്ന റസൂല് കാണുന്നുണ്ട്. ഉസ്താദ് ആരായി? കൊടിയ മുശ്രിക്കായി. ഉസ്താദ് പാറോടിയാ പറയലുണ്ട്, നിങ്ങൾ അള്ളാഹിന്റെ ഖുർആൻ തൊട്ട് കളിക്കണ്ടേ, വെറുതെ മുർത്തതായി കാഫറായി മുശ്രിക്കാതെ നിൽക്കണ്ട. ബാക്കി ഇപ്പോഴും മുത്തുനബി ഖബറിൽ വെച്ച് മുത്തുനബി ഉമ്മത്തിന്റെ ഓരോ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ജീവിച്ചിരിക്കുന്ന കാലത്ത് കണ്ടിട്ടില്ല. വലവുക്കുന്തു ആലമുൽ ഗൈബ്, എനിക്കെങ്ങാ മറിഞ്ഞിരിക്കുന്ന കാര്യം അറിയാമായിരുന്നു എങ്കിൽ ലസ്തക്സറത്തു മിനൽ ഖൈർ, ഞാൻ ഒരുപാട് നന്മ ചെയ്യുമായിരുന്നു. ഒമാ മസനിയസു, എന്നെ ഒരു തിന്മയും ബാധിക്കുമായിരുന്നില്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് നന്മേതാ തിന്മേതാന്ന് റസൂലിന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അള്ള പറഞ്ഞു കൊടുക്കുന്ന ഇന്നത് നന്മയാണ് ഇന്നത് തിന്മയാണെന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കുക എന്നല്ലാണ്ട് ഇപ്പൊ റസൂല് കവർന്ന് നഊദുബില്ല. ഇങ്ങനെയാണ് മുസ്ലിയാക്കന്മാർ മുശ്രിക്കുകളായി മാറുന്നത്. ബാക്കി കാരണം സാക്ഷിയാവണ്ടേ? ആ സാക്ഷിയാവണം. അടുക്കളയിൽ പെണ്ണുങ്ങള് റസൂലിന്റെ ഭാര്യമാർ റസൂലിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ച് തന്ത്രം മെനഞ്ഞിട്ട് അത് റസൂല് കണ്ടില്ല, കേട്ടിക്കില്ല, അറിഞ്ഞിക്കില്ല. അവസാനം ഖുർആൻ അതിൽ പെട്ടുപോയി, റസൂല് പെട്ടുപോയി. ഭാര്യമാർ റസൂലിനെ പറ്റിച്ചു, അതും റസൂലിന് മനസ്സിലായില്ല. ആയത്തിറങ്ങിയിട്ട് പറഞ്ഞു കൊടുത്തു, അള്ളാഹ് റസൂലെ ഭാര്യമാരുണ്ട് പറ്റിച്ചിരിക്കുന്നു. അന്നേരം ആ റസൂൽ അറിഞ്ഞിക്കുള്ളൂ. ഈ ഉസ്താദ് പറയുന്നതൊക്കെ കവർന്ന് ലോകത്തുള്ള മനുഷ്യന്മാർ ചെയ്യുന്നൊക്കെ കാണും. റസൂലും ഭാര്യ ആയിഷ ബീബിയും യാത്ര പോവാണ്. രാത്രി മൂപ്പറ് ഭാര്യ ആയിഷ ബീബി വെളിക്ക് പോയി. എന്തിന്? വെളിക്ക് പോയി തിരിച്ചു വരുമ്പോഴേക്ക് ഇവർ യാത്രയായിപ്പോയി. റസൂൽ അറിഞ്ഞില്ല ആയിഷ ബീബി ഉണ്ട്,
ആ കാട്ടുംകുറ്റിയിലേക്ക് ഇറങ്ങിപ്പോയിക്ക്. എന്തിനാ ഇറങ്ങിപ്പോവാ? അത് റസൂൽ അറിഞ്ഞില്ല കാട്ടുംകുറ്റിയിലുള്ളത്. റസൂല് ഒട്ടകത്തിനെയൊക്കെ തെളിച്ച് പോവാണ് എല്ലാവരും, സഹാബിമാരടക്കം. റസൂലിന്റെ വിചാരം എന്താ? ആയിഷ ബീബി ഒട്ടകപ്പുറത്തുണ്ട്. സ്വന്തം കയറി പിടിച്ച ഒട്ടകപ്പുറത്തുള്ള പെട്ടിയിലുള്ള ആയിഷ ബീബി പെട്ടിയിലുണ്ടോ ഇല്ലയോ അറിഞ്ഞോട്ടാത്ത റസൂല്, അത് മനസ്സിലാക്കാൻ കഴിയാത്ത റസൂല് കവർന്ന ലോകത്തുള്ള കാറിൽ ഒട്ടകപ്പുറത്താരാവുന്നത്? ആരാ അതിന്റെ കയറിനെ പിടിച്ച് എങ്ങോട്ടാ പോന്ന്? എല്ലാവരും സുബ്ഹാനല്ലാ, കൊടിയ അബൂജാൽ ഇത്ര മുശരിക്കായിക്കില്ല, ഈ ഉസ്താദിനെ പോലെ ഇത്ര മുശരിക്കായിക്കില്ല അബൂജാല്.